നമുക്കിനി കൊച്ചിയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ബജറ്റിൽ പ്രഖ്യാപിച്ചതും എന്നാൽ യാഥാർത്ഥ്യമാകാതെ പോയതുമായ ഒന്നാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി. ഈ വർഷത്തെ ബജറ്റ് നാളെ പ്രഖ്യാപിക്കാനിരിക്കെ ഏറെ പ്രസക്തമാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും. അതുപോലെ തന്നെ വ്യാജ LLB സർട്ടിഫിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകന്റെ അറസ്റ്റ് വൈകുന്നു എന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കൂടാതെ മുഖ്യമന്ത്രി വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലുണ്ട്. തൃശൂരിൽ പൂരം പ്രദർശനം കാൽനാട്ട് കർമ്മം രാവിലെ 9:30 10 മണിക്ക് മധ്യേ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വാർത്തകളുടെ സജീവത കൊണ്ട് ശ്രദ്ധേയമാണ് ഇന്ന് മധ്യ കേരളം. എന്തായാലും സംസ്ഥാന ബജറ്റ് നാളെ പ്രഖ്യാപിക്കാനിരിക്കെ അതിനെ എങ്ങനെയാണ് കൊച്ചി നിവാസികൾ നോക്കിക്കാണുന്നത്? രോഹിണി, വാർത്തകൾ കൊണ്ട് സമ്പന്നം തന്നെയാണ് ഞായറാഴ്ച. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയോടെയാണ് കൊച്ചി നഗരവാസികൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തെ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വാഗ്ദാനങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് കൊച്ചിയെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം കൊച്ചി സ്മാർട്ട് സിറ്റി അത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു പദ്ധതി തന്നെയാണ്. 2007 ഈ ഒരു പദ്ധതി അതിന്റെ തറക്കല്ലിടൽ ആരംഭിക്കുന്നത്. പക്ഷെ അതിന് പിന്നീട് ഇങ്ങോട്ട് ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും വലിയ രീതിയിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ വലിയൊരു നടപടിക്രമങ്ങളിലേക്ക് ആ പദ്ധതി പോയതുമില്ല. മാറി മാറി ഭരിച്ച ഇടതു വലത് സർക്കാരുകളാണ് ഇതിനൊക്കെ തന്നെ കാരണം. അതുകൊണ്ട് തന്നെ ഈ പാഴായി പോയ പദ്ധതികളുടെ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ഉള്ളത്. 88 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം, ഒപ്പം തന്നെ 1 ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടുമായിരുന്നു പദ്ധതിയുടെ ആരംഭം അല്ലെങ്കിൽ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ നിലവിൽ 246 ഏക്കർ സ്ഥലത്ത്, അതായത് കാക്കനാടാണ് ആ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പദ്ധതി പ്രദേശമുള്ളത്. 246 ഏക്കർ സ്ഥലത്ത് നിലവിൽ 6 ലക്ഷം ചതുരശ്ര വിസ്തീർണമുള്ള കെട്ടിടം മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 1 ലക്ഷം പേർക്കായിരുന്നു തൊഴിൽ വാഗ്ദാനം ചെയ്തത്. പക്ഷേ നിലവിൽ തൊഴിൽ ലഭിച്ചിട്ടുള്ളത് 3000 പേർക്ക് മാത്രമാണ്. ദുബായ് ഹോൾഡിംഗ്സിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്തമായിട്ടായിരുന്നു ഈ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ സർക്കാരുകളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാതിരുന്നതോടുകൂടിയാണ് ഈ പദ്ധതി പാതി വഴിക്ക് നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പ്രഖ്യാപനങ്ങൾ എത്രത്തോളം അത് നടപ്പിലാക്കും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, വൻകിട ഹോട്ടലുകളും വൻകിട IT സംരംഭകരും ഒക്കെ തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയോടനുബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും വൻകിട പദ്ധതികളോ അല്ലെങ്കിൽ വൻകിട ബിസിനസ്സുകാരോ ഒന്നും തന്നെ IT കമ്പനികളോ ഒന്നും തന്നെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കൊച്ചിയിലേക്ക് എത്തിയില്ല. കൊച്ചി അത്തരം ഒരു വികസന പാതയിലേക്ക് കുതിച്ചതുമില്ല. എന്തായാലും സർക്കാരിന്റെ ഒരു അലംഭാവം, മാറി മാറി ഭരിച്ച ഇടതു വലത് മുന്നണികളുടെ ഒരു അലംഭാവം തന്നെയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി സ്തംഭനാവസ്ഥയിലേക്ക് ആകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി ഒരു വ്യാവസായിക നഗരമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വികസന പ്രതീക്ഷ കൊച്ചി മുന്നോട്ട് വെക്കുന്നുണ്ട്. നാളത്തെ ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ അത് പാഴ്വാക്കാകാതെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊച്ചി നഗരനിവാസികൾക്കുണ്ട്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ആണെങ്കിലും ഒക്കെ തന്നെ അതിലും ഒരു വലിയൊരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരം ഒരു പ്രഖ്യാപനം ബജറ്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബജറ്റിന്റെ അതിനോട് മുൻനിർത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൊച്ചി ജനത വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിപ്പോയ ചില വാഗ്ദാനങ്ങളുടെ വാർത്തകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്നും ഉള്ളത്.